ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും അതുപോലെ കൊളസ്ട്രോളും എല്ലാം കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പച്ചരിയും 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പുമാണ് കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് 2-3 പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് ഇതൊരു 6 മുതൽ 7-8 മണിക്കൂർ വരെ നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാനിവിടെ രാത്രിയാണിത് കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി രാവിലെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളത് കുതിരാൻ വെച്ചിട്ടുള്ള ആ വെള്ളം മാറ്റിക്കളയാം. പക്ഷേ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ആ വെള്ളം ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്കത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് ദോശയുടെ കൺസിസ്റ്റൻസിയിലാണല്ലോ നമ്മൾ അരച്ചെടുക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും 4 ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ദോശ മാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് ഇതൊന്ന് നിങ്ങൾ ദോശയുടെ ആ കൺസിസ്റ്റൻസിയിൽ ആക്കി വയ്ക്കാം. ഇനി ഉപ്പ് ഒക്കെ ഈ സമയത്ത് നോക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിനി ഇത് നന്നായിട്ട് ഇളക്കി അതവിടെ മാറ്റി വെച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം നന്നായിട്ടത് ബീറ്റ് ചെയ്യണം. നല്ല പോലെ ബീറ്റ് ചെയ്ത് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പോ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാള വളരെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ അതും അരിഞ്ഞെടുത്തിട്ട് ഇത് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ദോശത്തവയിലേക്ക് എണ്ണമയം തൂവിയ ശേഷം ഓരോ തവി മാവ് കോരി വളരെ നല്ല കനം കുറച്ച് നൈസായിട്ട് ദോശ ഒഴിച്ചെടുക്കാം. ഇനി അതിന് മുകളിലായിട്ടാണ് നമ്മൾ ആ മുട്ട തട്ടി വെച്ചതിൽ നിന്നും 2-3 സ്പൂണ് ഇതുപോലെ ഒന്ന് മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുപയറും നല്ല പ്രോട്ടീൻ നിറഞ്ഞതാണ്, കോഴിമുട്ടയും നല്ല പ്രോട്ടീനുള്ള, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഓണിയനും കൂടെ, സവാളയുടെ പൊടിയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ആ സ്പാറ്റില ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ആ ഉള്ളിയെല്ലാം അതിൻ്റെ മുകളിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ആ ദോശ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഒരു വശം ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇരുവശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ദോശ. കോഴിമുട്ടയും സവാളയും ഒക്കെ കൂടെ ചേരുമ്പോൾ ആ ചെറുപയർ ദോശയ്ക്ക് വേറെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ ദോശ തയ്യാറാക്കിയെടുക്കാൻ. വളരെ ഹെൽത്തിയാണ്. ഇതിൽ വേറെ മറ്റ് അനാവശ്യമായിട്ടുള്ള ചേരുവകളൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഓയിലോ നെയ്യോ ഒന്നും തേച്ച് കൊടുക്കണ്ട. ആ കോഴിമുട്ടയും സവാളയും കൂടെ അതിന് മുകളിൽ വരുമ്പോൾ വളരെ ടേസ്റ്റ്, അതിന് നന്നായിട്ട് ഒന്നുകൂടെ അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതുപോലുള്ള ചെറുപയർ ദോശയെല്ലാം തയ്യാറാക്കി നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണം. പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.